യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹാനായ ലോഗോസ് ബൈബിൾ ക്വിസ് എഫേസോസ് അധ്യായം 5 ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമുണ്ട്? ഉത്തരം 33 വാക്യങ്ങളും 2 ശീർഷകങ്ങളും. 33 വാക്യങ്ങളും 2 ശീർഷകങ്ങളും. എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം ദൈവത്തെ അനുകരിക്കുക. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തെ അനുകരിക്കുക എന്ന ഈ ശീർഷകത്തിലുള്ളത്. എഫേസോസ് 5:1 വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. എഫേസോസ് 5:1. ദൈവത്തെ നിങ്ങൾ എങ്ങനെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് 5:1 പറയുന്നത്. ഉത്തരം വത്സല മക്കളെ പോലെ. വത്സല മക്കളെ പോലെ. വത്സല മക്കളെ പോലെ നിങ്ങൾ ആരെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് 5:1 പറയുന്നത്. ഉത്തരം ദൈവത്തെ. നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. എഫേസോസ് 5:2 ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. എഫേസോസ് 5:2. ആര് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിനെന്നാണ് എഫേസോസ് 5:2 പറയുന്നത്. ഉത്തരം ക്രിസ്തു. ക്രിസ്തു തന്നെ എങ്ങനെയാണ് ദൈവത്തിന് സമർപ്പിച്ചത്? ഉത്തരം സുരഭില കാഴ്ചയും ബലിയുമായി. സുരഭില കാഴ്ചയും ബലിയുമായി. നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി ക്രിസ്തു തന്നെ സമർപ്പിച്ചത് ആർക്കാണ്? ഉത്തരം ദൈവത്തിന്. എഫേസോസ് 5:3 നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. എഫേസോസ് 5:3. നിങ്ങളുടെ ഇടയിൽ എന്ത് കേൾക്കരുതെന്നാണ് എഫേസോസ് 5:3 പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? ഉത്തരം വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും. വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും. ആർക്ക് യോഗ്യമായ രീതിയിലാണ് എഫേസോസുകാർ വർത്തിക്കേണ്ടത്? ഉത്തരം വിശുദ്ധർക്ക്. എഫേസോസ് 5:4 മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. എഫേസോസ് 5:4. നമുക്ക് യോജിച്ചതല്ലാത്തത് എന്താണ്? ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും. എന്താണ് ഉചിതം? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം. കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. എന്തിനു പകരമാണ് കൃതജ്ഞതാ സ്തോത്രം ഉചിതമായിരിക്കുന്നത്? ഉത്തരം മ്ലേച്ഛതയ്ക്കും വ്യർത്ഥഭാഷണത്തിനും ചാപല്യത്തിനും. എഫേസോസ് 5:5 വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. എഫേസോസ് 5:5. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്കാണ്? ഉത്തരം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ആരുടെ രാജ്യത്തിലാണ് അവകാശമില്ലാത്തത്? ഉത്തരം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ. എത്ര തരം ആളുകൾക്കാണ് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത്? ഉത്തരം 4 തരം ആളുകൾക്ക്. വ്യഭിചാരി, അശുദ്ധൻ, അത്യാഗ്രഹി, വിഗ്രഹാരാധകൻ എന്നീ 4 തരം ആളുകൾക്കാണ് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത്. അശുദ്ധന് ശേഷം ആർക്കാണ് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത്? ഉത്തരം അത്യാഗ്രഹിക്ക്. ആർക്കൊക്കെയാണ് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് എന്ന് ക്രമത്തിൽ പറയുക. ഉത്തരം 1 വ്യഭിചാരി, 2 അശുദ്ധൻ, 3 അത്യാഗ്രഹി, 4 വിഗ്രഹാരാധകൻ. എഫേസോസ് 5:6 ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. എഫേസോസ് 5:6. ആരും നിങ്ങളെ അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം വഞ്ചിക്കാതിരിക്കട്ടെ. ആരും നിങ്ങളെ എങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് എഫേസോസ് 5:6 പറയുന്നത്? ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. എന്തുമൂലമാണ് അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നത്? ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം. അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം. ആരുടെ മേലാണ് ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നത്? ഉത്തരം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. അനുസരണമില്ലാത്ത മക്കളുടെ മേൽ.
എഫേസോസ് 5:7 അതിനാൽ അവരുമായി സമ്പർക്കമരുത്. എഫേസോസ് 5:7 അതിനാൽ അവരുമായി എന്തരുതെന്നാണ് എഫേസോസ് 5:7 പറയുന്നത്? ഉത്തരം സമ്പർക്കമരുത്. എന്തുകൊണ്ടാണ് അനുസരണമില്ലാത്ത മക്കളുമായി സമ്പർക്കമരുത് എന്ന് പറയുവാൻ കാരണം? ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ. അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ. എഫേസോസ് 5:8 ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. എഫേസോസ് 5:8 ഒരിക്കൽ നിങ്ങൾ എന്തായിരുന്നു? ഉത്തരം അന്ധകാരമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു. ഇന്ന് നിങ്ങൾ ആരായിരിക്കുന്നു? ഉത്തരം കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. എഫേസോസ് 5:9 പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർദ്ധിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. എഫേസോസ് 5:9 എഫേസോസ് 5:9 നിങ്ങൾ ആരെ പോലെ വർദ്ധിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം പ്രകാശത്തിൻ്റെ മക്കളെ പോലെ. പ്രകാശത്തിൻ്റെ ഫലം എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം സകല നന്മയിലും നീതിയിലും സത്യത്തിലും. സകല നന്മയിലും നീതിയിലും സത്യത്തിലും. സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? ഉത്തരം പ്രകാശത്തിൻ്റെ ഫലം. എഫേസോസ് 5:10 കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. എഫേസോസ് 5:10 എന്താണ് വിവേചിച്ചറിയേണ്ടത്? ഉത്തരം കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ. എഫേസോസ് 5:11 അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. എഫേസോസ് 5:11 എന്തിൽ പങ്കുചേരരുതെന്നാണ് എഫേസോസ് 5:11 പറയുന്നത്? ഉത്തരം അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം എന്ത് ചെയ്യണമെന്നാണ് എഫേസോസ് 5:11 പറയുന്നത്? ഉത്തരം അവയെ കുറ്റപ്പെടുത്തുവിൻ. എന്തിനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഉത്തരം അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ. എഫേസോസ് 5:12 അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ, പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. എഫേസോസ് 5:12 എന്തുപോലും ലജ്ജാവഹമാണ്? ഉത്തരം അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും. എന്താണ് പ്രശോഭിക്കുന്നത്? ഉത്തരം പ്രകാശിതമായവയെല്ലാം. പ്രകാശിതമായവയെല്ലാം എന്തു ചെയ്യും? ഉത്തരം പ്രശോഭിക്കും. എഫേസോസ് 5:13 ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. എഫേസോസ് 5:13 ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം എന്താണെന്നാണ് എഫേസോസ് 5:13 പറയുന്നത്? ഉത്തരം പ്രകാശമാണ്. എന്താണ് പ്രകാശം? ഉത്തരം ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം. എഫേസോസ് 5:14 അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഫേസോസ് 5:14 എന്തുകൊണ്ടാണ് ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് പറയപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പ്രശോഭിക്കുന്നതല്ല പ്രകാശമായതിനാൽ. പ്രശോഭിക്കുന്നതല്ല പ്രകാശമായതിനാൽ. ആരാണ് ഉണരേണ്ടത്? ഉത്തരം ഉറങ്ങുന്നവൻ. ഉറങ്ങുന്നവനാണ് ഉണരേണ്ടത്. ഉറങ്ങുന്നവൻ എവിടെ നിന്നാണ് എഴുന്നേൽക്കേണ്ടത്? ഉത്തരം മരിച്ചവരിൽ നിന്ന്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത് ആരാണ്? ഉത്തരം ഉറങ്ങുന്നവൻ. ക്രിസ്തു ആരുടെ മേലാണ് പ്രകാശിക്കുന്നത്? ഉത്തരം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ്റെ മേൽ. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ്റെ മേൽ പ്രകാശിക്കുന്നത് ആരാണ്? ഉത്തരം ക്രിസ്തു. എഫേസോസ് 5:15 അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. എഫേസോസ് 5:15 എഫേസോസ് 5:15 നിങ്ങൾ ആരെ പോലെയാകാതെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം അവിവേകികളെ പോലെ. എഫേസോസ് 5:15 നിങ്ങൾ ആരെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം വിവേകികളെ പോലെ. വിവേകികളെ പോലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? ഉത്തരം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നതിനാൽ. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നതിനാൽ. എഫേസോസ് 5:16 ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. എഫേസോസ് 5:16
എഫേസോസ് 5:16 അനുസരിച്ച് ഇപ്പോൾ എന്തിൻ്റെ ദിനങ്ങളാണ്? ഉത്തരം തിന്മയുടെ ദിനങ്ങൾ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളായതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ എന്താണ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തേണ്ടത്? ഉത്തരം നിങ്ങളുടെ സമയം. എഫേസോസ് 5:17 ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. എഫേസോസ് 5:17. എഫേസോസ് 5:17 നിങ്ങൾ എന്താകരുതെന്നാണ് പറയുന്നത്? ഉത്തരം ഭോഷന്മാരാകരുത്. ഭോഷന്മാരാകരുത്. ഭോഷന്മാരാകാതെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കണം. ആരുടെ അഭീഷ്ടമാണ് മനസ്സിലാക്കേണ്ടത്? ഉത്തരം കർത്താവിൻ്റെ. എങ്ങനെയാണ് കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കേണ്ടത്? ഉത്തരം ഭോഷന്മാരാകാതെ. ഭോഷന്മാരാകാതെ. എഫേസോസ് 5:18 നിങ്ങൾ വീഞ്ഞുകുടി ചുന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. എഫേസോസ് 5:18. എഫേസോസ് 5:18 നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്? ഉത്തരം വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. എന്തിലാണ് ദുരാസക്തിയുള്ളത്? ഉത്തരം വീഞ്ഞിൽ. വീഞ്ഞിലാണ് ദുരാസക്തിയുള്ളത്. എന്തിനാലാണ് പൂരിതരാകേണ്ടത്? ഉത്തരം ആത്മാവിനാൽ. ആത്മാവിനാലാണ് പൂരിതരാകേണ്ടത്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം അതിൽ ദുരാസക്തിയുള്ളതിനാൽ. അതിൽ ദുരാസക്തിയുള്ളതിനാൽ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം മറിച്ച് എന്ത് ചെയ്യുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം ആത്മാവിൽ പൂരിതരാകുവിൻ. എഫേസോസ് 5:19 സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എഫേസോസ് 5:19. എങ്ങനെ പരസ്പരം സംഭാഷണം ചെയ്യുവിനെന്നാണ് എഫേസോസ് 5:19 പറയുന്നത്? ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. ഗാനാലാപങ്ങളാൽ കർത്താവിനെ എങ്ങനെയാണ് പ്രകീർത്തിക്കേണ്ടത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ ആരെയാണ് പ്രകീർത്തിക്കേണ്ടത്? ഉത്തരം കർത്താവിനെ. എഫേസോസ് 5:20 എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എഫേസോസ് 5:20. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി ആർക്കാണ് കൃതജ്ഞത അർപ്പിക്കേണ്ടത്? ഉത്തരം പിതാവായ ദൈവത്തിന്. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി ആരുടെ നാമത്തിലാണ് പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ടത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. എഫേസോസ് 5:21 ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. എഫേസോസ് 5:21. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ എന്ത് ചെയ്യുവിനെന്നാണ് എഫേസോസ് 5:21 പറയുന്നത്? ഉത്തരം നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. എന്തിനെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കേണ്ടത്? ഉത്തരം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കേണ്ടത്? ഉത്തരം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം ഭാര്യ ഭർത്താക്കന്മാർ. 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന ഈ ശീർഷകത്തിലുള്ളത്. എഫേസോസ് 5:22 ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എഫേസോസ് 5:22. ഭാര്യമാരെ നിങ്ങൾ ആർക്കെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നാണ് എഫേസോസ് 5:22 പറയുന്നത്? ഉത്തരം കർത്താവിനെന്ന പോലെ. ഭാര്യമാരെ നിങ്ങൾ ആർക്കെന്ന പോലെ ആർക്ക് വിധേയരായിരിക്കുവിൻ എന്നാണ് എഫേസോസ് 5:22 പറയുന്നത്? ഉത്തരം കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക്. കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക്. എഫേസോസ് 5:23 എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. എഫേസോസ് 5:23. എന്തുകൊണ്ടാണ് ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാൻ പറയുന്നത്? ഉത്തരം
എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു ആരുടെ ശിരസാണ്? ഉത്തരം തൻ്റെ ശരീരമായ സഭയുടെ. തൻ്റെ ശരീരമായ സഭയുടെ ശിരസാണ് ക്രിസ്തു. സഭ ആരുടെ ശരീരമാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ. എഫേസോസ് 5:23 ശിരസിനോട് ഉപമിച്ചിരിക്കുന്നത് ആരെയൊക്കെയാണ്? ഉത്തരം ക്രിസ്തു ഭർത്താവ്. ക്രിസ്തുവിനെ സഭയുടെ ശിരസിനോടും ഭർത്താവിനെ ഭാര്യയുടെ ശിരസിനോടും ഉപമിച്ചിരിക്കുന്നു. എഫേസോസ് 5:24 സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. എഫേസോസ് 5:24. ആരാണ് ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത്? ഉത്തരം സഭ. ആർക്കാണ് എല്ലാ കാര്യങ്ങളിലും വിധേയമായിരിക്കേണ്ടത്? ഉത്തരം ഭാര്യമാർ ഭർത്താക്കന്മാർക്ക്. ഭാര്യമാർ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത്? ഉത്തരം സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ. എഫേസോസ് 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എഫേസോസ് 5:25. ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്? ഉത്തരം ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ. ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? ഉത്തരം തന്നെ സമർപ്പിച്ചു. എഫേസോസ് 5:25 പ്രകാരം ക്രിസ്തു ആരെയാണ് സ്നേഹിച്ചത്? ഉത്തരം സഭയെ. എഫേസോസ് 5:26 അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. എഫേസോസ് 5:26. ആരാണ് സഭയെ വിശുദ്ധീകരിച്ചത്? ഉത്തരം ക്രിസ്തു. അവൻ എങ്ങനെയാണ് സഭയെ വിശുദ്ധീകരിച്ചത്? ഉത്തരം ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ആരെയാണ് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത്? ഉത്തരം ക്രിസ്തു സഭയെ. ക്രിസ്തു സഭയെ എന്തുകൊണ്ടാണ് വെണ്മയുള്ളതാക്കിയത്? ഉത്തരം വചനത്താൽ. എഫേസോസ് 5:27 ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായി ഇരിക്കുന്നതിനും വേണ്ടിയാണ്. എഫേസോസ് 5:27. ആരെയാണ് കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നത്? ഉത്തരം ക്രിസ്തു സഭയെ. ക്രിസ്തു സഭയെ എങ്ങനെയാണ് തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നത്? ഉത്തരം കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി. കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി. എഫേസോസ് 5:28 അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. എഫേസോസ് 5:28. ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം? ഉത്തരം സ്വന്തം ശരീരത്തെ എന്ന പോലെ. സ്വന്തം ശരീരത്തെ എന്ന പോലെ. ആരെയാണ് സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കേണ്ടത്? ഉത്തരം ഭർത്താക്കന്മാർ ഭാര്യമാരെ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത്? തന്നെയാണ് സ്നേഹിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവൻ ആരാണ്? ഉത്തരം ഭാര്യയെ സ്നേഹിക്കുന്നവൻ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം എഫേസോസ് 5:28 എഫേസോസ് 5:28 എഫേസോസ് 5:29 ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എഫേസോസ് 5:29. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ എന്ത് ചെയ്യുന്നില്ല? ഉത്തരം വെറുക്കുന്നില്ല. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എന്തിനെയാണ്? ഉത്തരം സ്വന്തം ശരീരത്തെ. സ്വന്തം ശരീരത്തെ ഒരുവൻ എങ്ങനെയാണ് പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്? ഉത്തരം ക്രിസ്തു സഭയെ എന്ന പോലെ. എഫേസോസ് 5:30 എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എഫേസോസ് 5:30. സ്വന്തം ശരീരത്തെ ഒരുവൻ എന്തുകൊണ്ടാണ് ക്രിസ്തു സഭയെ എന്ന പോലെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്? ഉത്തരം നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അതിനാൽ.
എഫേസോസ് 5:30 പ്രകാരം നാം ക്രിസ്തുവിൻ്റെ ആരാണ്? ഉത്തരം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എഫേസോസ് 5:31 ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. എഫേസോസ് 5:31. ആരാണ് പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുന്നത്? ഉത്തരം പുരുഷൻ. ആരാണ് ഒന്നാകുന്നത്? ഉത്തരം പുരുഷനും ഭാര്യയും. പുരുഷനും ഭാര്യയും. എഫേസോസ് 5:32 ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. എഫേസോസ് 5:32 ഇത് ഒരു വലിയ രഹസ്യമാണ്. ആ രഹസ്യം ഏതാണ്? ഉത്തരം പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ആരോട് ബന്ധപ്പെടുത്തിയാണ് ഈ വലിയ രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സഭയോടും ക്രിസ്തുവിനോടും. ഭാര്യാഭർത്തൃ ബന്ധത്തെ പൗലോസ്ലീഹ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം സഭയോടും ക്രിസ്തുവിനോടും. സഭയോടും ക്രിസ്തുവിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. എഫേസോസ് 5:33 ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. എഫേസോസ് 5:33 നിങ്ങളിൽ ഓരോ വ്യക്തിയും ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? ഉത്തരം തന്നെപ്പോലെ തന്നെ. തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്യണം? ഉത്തരം ബഹുമാനിക്കണം. എഫേസോസ് 5:33 പ്രകാരം ആരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഉത്തരം നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. എഫേസോസ് 5:33 പ്രകാരം ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ഉത്തരം ഭാര്യ ഭർത്താവിനെ. എഫേസോസ് 5-ാം അധ്യായത്തിലെ സമാന വാക്യങ്ങൾ. എഫേസോസ് 5:14 ഇതിന് തുല്യമായ വാക്യങ്ങൾ. യെശയ്യാ 26:19, യെശയ്യാ 60:1. എഫേസോസ് 15:19 തുല്യമായ വാക്യം കൊളോസോസ് 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. കൊളോസോസ് 3:16-17. എഫേസോസ് 5:23 തുല്യമായ വചനഭാഗം 1 കോരിന്തോസ് 11:3. എഫേസോസ് 5:31 തുല്യമായ വചനഭാഗം മത്തായി 19-ാം അധ്യായം 5-ാം വാക്യം. ഉൽപ്പത്തി 2:24. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു.